പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഇഗ്നൈറ്റ് മലയാളം എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു കാര്യം പറയാൻ പോകുന്നു. ഇത് കേൾക്കണം, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് പുലർച്ചെ ഞാനിരുന്ന് ഗ്രഹനില ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരു കാര്യം വ്യക്തമായി കണ്ടു. ഒരു കാര്യം ഉള്ളിൽ നിന്ന് പറഞ്ഞു. ഇത് പറഞ്ഞേ മതിയാകൂ എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഞാൻ ഈ പറയാൻ പോകുന്ന 8 നാളുകളിൽ ജനിച്ചവരുണ്ടോ എന്ന് എല്ലാവരും ഒന്ന് നോക്കണേ. ഉണ്ടെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. കാരണം വിഷു പിറക്കുന്നത് വരെയുള്ള ഈ ദിവസങ്ങൾ ഈ 8 നാളുകാർക്ക് ഒരു അതീവ ജാഗ്രതയുടെ കാലഘട്ടമാണ്. ഇതൊരു ഭയപ്പെടുത്തലല്ല, ഇതൊരു സ്നേഹത്തോടെ പറയുന്ന ഒരു മുന്നറിയിപ്പാണ്. ഒരു കൂട്ടുകാരൻ, ഒരു ബന്ധു പറഞ്ഞു തരുന്ന പോലെ ഞാൻ ഇന്നത് പറഞ്ഞു തരുന്നു. ഈ നാളുകാർ ആരൊക്കെയാണ്? അവർ ഈ ദിവസങ്ങൾ എങ്ങനെ കടന്നുപോകണം? ഏതൊക്കെ 2 വസ്തുക്കൾ എപ്പോഴും കൂടെ കരുതണം? ഇതൊക്കെ ഞാൻ ഇന്നിവിടെ ഒന്നൊന്നായി പറഞ്ഞു തരാം. ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞോട്ടെ. ഈ കാലഘട്ടം ദോഷമുള്ളതാണ്. പക്ഷെ ദോഷമുണ്ടെന്നറിഞ്ഞ് ശ്രദ്ധിച്ചാൽ ദോഷം ഒഴിഞ്ഞു പോകും. ഭഗവാൻ കാക്കും, ഉറപ്പാണ്. ഇനി ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ ആ 8 നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നൊന്നായി ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധിച്ചു കേൾക്കൂ. ഒന്നാമത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരു അശ്വതിക്കാരൻ അല്ലെങ്കിൽ അശ്വതിക്കാരി ഉണ്ട് എന്നുണ്ടെങ്കിൽ ദയവായി ഇത് ശ്രദ്ധിക്കൂ. ഇന്ന് തന്നെ അവരോട് പറയൂ. അശ്വതി കുജന്റെ നക്ഷത്രമാണ്. ഊർജം കൂടുതലുള്ള നക്ഷത്രം, ധൈര്യമുള്ള ആളുകൾ, എന്ത് കാര്യമാണെങ്കിലും മുന്നിൽ നിന്ന് നേരിടുന്ന ആളുകൾ. ഇതൊരു നല്ല ഗുണമാണ്. പക്ഷെ ഈ ഒരു ദിവസങ്ങളിൽ ആ ഊർജം, ആ ധൈര്യം ഒരു വിനയായി മാറാനിടയുണ്ട്. അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. ആരോഗ്യകാര്യത്തിൽ ഒരു ചെറിയ അശ്രദ്ധ ഒരു വലിയ ആരോഗ്യ പ്രതിസന്ധിയാക്കും. തലവേദന, ക്ഷീണം, ശരീരവേദന ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ ദിവസങ്ങളിൽ കൂടുതലാണ്. ഇപ്പോഴേ ചെറിയ ക്ഷീണമുണ്ട് എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ ആ ക്ഷീണം നിസ്സാരമായി കണ്ടുകളയരുത്. അതൊരു വലിയ ആരോഗ്യ പ്രശ്നമാകാനുള്ള സമയമാണിത്. ധൃതിയിൽ ചെയ്യുന്നൊരു തീരുമാനം ഒരു വലിയ നഷ്ടമുണ്ടാക്കും. അശ്വതിക്കാർ ഈ ഒരാഴ്ച ഏതൊരു കാര്യത്തിലും ഒന്ന് നിന്ന് ചിന്തിക്കണം. ധൃതി വേണ്ട. ഒരു കാര്യം ഇന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നിരുന്ന് ആലോചിക്കൂ. അതിലൊരു പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നൊന്ന് ശ്രദ്ധിക്കൂ. ഈ ഒരാഴ്ച ഒരാലോചനയില്ലാതെ ഒരു കാര്യവും ചെയ്യരുത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അടുത്ത ആളുകളുമായി ഒരു വഴക്ക്, ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടാകാനുള്ള സമയമാണ്. ക്ഷമ വേണം, സഹനം വേണം. ഒരു ചെറിയ കാര്യം ഒരു വലിയ വഴക്കാവുന്ന ഒരു സ്ഥിതി ഈ ദിവസങ്ങളിൽ ഉണ്ടാകും. ആ സ്ഥിതി ഉണ്ടാകുമ്പോൾ ഒന്ന് പിന്നോട്ട് മാറൂ, ഒന്ന് ശ്വാസമെടുക്കൂ. ആ ഒരു ഒറ്റ ക്ഷമ ഒരു ബന്ധം കാക്കും. ഈ ഒരാഴ്ച ഒരു സാഹസികമായ കാര്യത്തിനും ഇറങ്ങരുത്. ഒരു പുതിയ ആരംഭമുണ്ടെങ്കിൽ വിഷു കഴിഞ്ഞു ചെയ്യൂ. ഒരു പുതിയ ബിസിനസ് ഉണ്ടെങ്കിൽ വിഷു കഴിഞ്ഞു തുടങ്ങൂ. ഒരു പുതിയ ജോലിയുണ്ടെങ്കിൽ വിഷു കഴിഞ്ഞു ചേരൂ. ഈ ഒരാഴ്ച ഒരു പുതിയ തുടക്കം ദോഷമാകും. ഈ ഒരാഴ്ച അശ്വതിക്കാർ ഒരു കാര്യം ഉറപ്പാക്കണം. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടിൽ തുളസിത്തറയുണ്ടെങ്കിൽ ആ തുളസിയില ഒരു ചെറിയ ഭദ്രമായ പൊതിയാക്കി പേഴ്സിലോ ബാഗിലോ ഈ ഒരാഴ്ച കൂടെ വയ്ക്കൂ. ഇതൊരു ദൈവ കവചമാണ്. ഈ തുളസി കൂടെയുണ്ടെങ്കിൽ ഒരു ദോഷവും ഏൽക്കുകയില്ല. വീട്ടിൽ അശ്വതിക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇത് ചെയ്യൂ. നാളെ ആകട്ടെ എന്ന് വിചാരിക്കരുത്, ഇന്ന് ചെയ്യൂ. ദോഷങ്ങൾ ഒഴിഞ്ഞു നിൽക്കട്ടെ, കുഞ്ഞുങ്ങൾ നന്നായിരിക്കട്ടെ. രണ്ടാമത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണിക്കാർ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് കേൾക്കൂ. ഇത് നിസ്സാരമായി കണ്ടുകളയരുത്. ഭരണി ശുക്രന്റെ നക്ഷത്രം. ഇഷ്ടങ്ങൾ കൂടുതലുള്ളവർ, ജീവിതം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർ. ആഗ്രഹങ്ങൾ ഉള്ളത് തെറ്റല്ല. ആഗ്രഹങ്ങൾ ഉള്ളതുകൊണ്ടാണ് ജീവിതം മുന്നോട്ടു പോകുന്നത്. പക്ഷെ ഈ ദിവസങ്ങളിൽ ആ ആഗ്രഹങ്ങൾ ഒരു കെണിയാകാനുള്ള സാധ്യതയുണ്ട്. ഒരു ആകർഷണം, ഒരു ഓഫർ, ഒരു അവസരം, ഇങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ മുൻപിൽ വരും. ആ കാര്യം ഒരു നല്ല കാര്യമാണ് എന്ന് തോന്നും. പക്ഷെ ആ കാര്യം ഒരു കെണിയാണ്. ആ കെണിയിൽപ്പെട്ടാൽ ഒരു വലിയ ധനനഷ്ടമുണ്ടാകും. ഒരു നിക്ഷേപം, ഒരു ഇടപാട്, ഒരു കടം കൊടുക്കൽ, ഇതൊന്നും ഈ ഒരാഴ്ച ചെയ്യരുത്. ഒരാൾ നിങ്ങളോട് വളരെ നന്നായി പെരുമാറും. ഒരു ആകർഷകമായ ഒരു ഓഫർ തരും. ആ ഓഫർ ഒരു കെണിയാണ് ഈ ഒരാഴ്ച. ഈ ഒരു കാര്യം ഭരണിക്കാർ ഓർക്കൂ. ഒരാൾ ഒരു ഓഫർ തന്നാൽ ഒന്ന് നിൽക്കൂ. ആ ഓഫർ ഉടനടി സ്വീകരിക്കരുത്. ഒന്ന് ആലോചിക്കൂ, ഒന്നിരുന്ന് ചിന്തിക്കൂ. ഒരു വിശ്വസ്തനായ ഒരാളോടൊന്ന് ചോദിക്കൂ. ആ ഓഫർ ശരിയാണോ ഇല്ലയോ എന്ന് ഉറപ്പാക്കൂ. അതിനുശേഷം മാത്രം ഒരു തീരുമാനമെടുക്കൂ. കൂടാതെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു ചെറിയ തെറ്റിദ്ധാരണ ഒരു വലിയ പ്രശ്നമാകും. വാക്കുകൾ ശ്രദ്ധിക്കൂ. ദേഷ്യം കൊണ്ട് പറഞ്ഞൊരു വാക്ക് ഒരു ബന്ധം തകർക്കും. ദേഷ്യം വരുമ്പോൾ ഒന്ന് മൗനം അനുഷ്ഠിക്കൂ. ആ ഒരു മൗനം ഒരു ബന്ധം കാക്കും. ഭരണിക്കാർ ഈ ഒരാഴ്ച ഒരു ശുദ്ധ മഞ്ഞൾ കഷ്ണം ഒരു ചെറിയ ഇലയിൽ പൊതിഞ്ഞ് ബാഗിലോ പേഴ്സിലോ കൂടെ വയ്ക്കൂ. ഇതൊരു ദൈവലക്ഷ്മി കവചമാണ്. ഈ ഒരു മഞ്ഞൾ ആ ധനദോഷം, ആ ബന്ധദോഷം ഒഴിഞ്ഞു പോകും, ഉറപ്പാണ്.
വീട്ടിൽ ഭരണിക്കാർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇത് ചെയ്യിക്കൂ. ദോഷം ഒഴിഞ്ഞു നിൽക്കട്ടെ. കുഞ്ഞുങ്ങൾ നന്നായിരിക്കട്ടെ. രണ്ടാമത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർ ഈ ഫലമൊന്ന് ശ്രദ്ധിക്കൂ. ഞാൻ കാര്യം നേരിട്ട് പറഞ്ഞോട്ടെ. കാർത്തിക സൂര്യന്റെ ഒരു ഊർജ്ജ നക്ഷത്രം. ഈ ദിവസങ്ങളിൽ ശനിദോഷം, ഒരു ഒളിഞ്ഞ ശത്രു, ഒരു ഇടിവുണ്ടാക്കാൻ ശ്രമിക്കുന്ന സമയമാണ്. ശത്രു ആരാണ് എന്ന് ചിലപ്പോൾ നിങ്ങൾക്കറിയുകയില്ല. ഒരു ഉറ്റ കൂട്ടുകാരൻ, ഒരു സഹപ്രവർത്തകൻ, ഒരു ബന്ധു. ഇവർ പുറത്തൊന്ന് കാണിക്കും, ഉള്ളിലൊന്നുണ്ടാകും. ആ ഒളിഞ്ഞ ദ്രോഹം ഈ ഒരാഴ്ച ഒന്ന് ശ്രദ്ധിക്കൂ. ഒരു രഹസ്യം പറഞ്ഞ് ഫലമില്ല. ഒരു ഒളിഞ്ഞ ദ്രോഹി ആ രഹസ്യം ഒരു ആയുധമായി നിങ്ങൾക്കെതിരെ ഉപയോഗിക്കും. ഒരു ഉറ്റയാളാണ് എന്ന് തോന്നും, ഒരു വിശ്വസ്തനാണ് എന്ന് തോന്നും. പക്ഷെ ഈ ഒരാഴ്ച ആ വിശ്വാസം ഒരു ദ്രോഹമാകും. ഒരു ശ്രദ്ധ വേണം. ആരോഗ്യമേഖലയിൽ ദഹന പ്രശ്നം, ക്ഷീണം, ഉറക്കമില്ലായ്മ ഇതൊക്കെ ഈ ദിവസങ്ങളിൽ ഉണ്ടാകും. ഭക്ഷണം ശ്രദ്ധിക്കൂ. ആരോഗ്യം ശ്രദ്ധിക്കൂ. എണ്ണ ആഹാരം ഒഴിവാക്കൂ. ഭക്ഷണം ലളിതമാക്കൂ. ശരീരം ഈ ഒരാഴ്ച ഒന്ന് ഭദ്രമാക്കൂ. പൂയം നക്ഷത്രക്കാർ ശനി ക്ഷേത്രത്തിൽ ഒന്ന് ദർശനം നടത്തൂ. ഒരു എള്ള് ദീപം, ഒരു ശനി പ്രദക്ഷിണം ഈ ദോഷം ലഘൂകരിക്കും. ആ ഒരു ദർശനം, ആ ഒരു ദീപം ആ ശനിദോഷം ഒഴിഞ്ഞു പോകും. കൂടാതെ തുളസിയിലയും മഞ്ഞളും ഒരു ഭദ്രപൊതിയിൽ ബാഗിൽ വെക്കൂ. ദോഷം ഒഴിഞ്ഞു നിൽക്കട്ടെ. വീട്ടിൽ പൂയമുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇത് ചെയ്യൂ. നാളെ ആകട്ടെ എന്ന് വിചാരിക്കരുത്. ഇന്ന് ചെയ്യൂ. ദോഷങ്ങൾ ഒഴിഞ്ഞു നിൽക്കട്ടെ. കുഞ്ഞുങ്ങൾ നന്നായിരിക്കട്ടെ. ഏഴാമത്തെ നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർ ഇതൊന്ന് ശ്രദ്ധിക്കൂ. ഈ ഒരാഴ്ച നിങ്ങൾക്കൊരു ദൃഷ്ടിദോഷം, ഒരു കണ്ണേറേൽക്കാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സമയമാണ്. ആയില്യം ബുധന്റെ നക്ഷത്രം. ബുദ്ധിശക്തിയുള്ളവർ, നന്നായി ചെയ്യുന്ന ഒരു കാര്യം, ആ ഒരു കണ്ണേറ്, ആ ഒരു ദൃഷ്ടിദോഷം ഒരു ഒടിവാക്കും. ഒരു കാര്യം ഒരു ഒടിവാകുന്നത് ഒരു ഗ്രഹദോഷം കൊണ്ട് മാത്രമല്ല, ഒരു ദൃഷ്ടിദോഷം കൊണ്ടുമാകും, ഒരു കണ്ണേറ് കൊണ്ടുമാകും, ഒരു പ്രാക്ക് കൊണ്ടുമാകും. ഇതൊരു സത്യമാണ്. ഇതൊരു വിശ്വാസമാണ്. ഇത് നമ്മുടെ പൂർവികർ നൂറ്റാണ്ടുകളായി വിശ്വസിച്ചു വന്ന ഒരു സത്യമാണ്. ആ സത്യം ഈ ദിവസങ്ങളിൽ ആയില്യം നക്ഷത്രക്കാർ ഓർക്കൂ. ഈ ഒരാഴ്ച നിങ്ങളുടെ നേട്ടങ്ങൾ, നിങ്ങളുടെ ഭൗതിക കാര്യങ്ങൾ ആർക്കും മേനി പറഞ്ഞു കൊടുക്കരുത്. ആ കണ്ണേറ് നിങ്ങൾക്ക് ദ്രോഹമാകും. ഒരു ക്ഷേത്ര ദർശനം, ഒരു ദേവീ ദർശനം ഈ ദൃഷ്ടിദോഷം ഒഴിക്കും. ദേവീ ക്ഷേത്രത്തിൽ ഒരു ദർശനം നടത്തൂ. ദേവിക്കൊരു ചെറിയ വഴിപാട് ചെയ്യൂ. ദേവീ കൃപ ആ കണ്ണേറ്, ആ ദൃഷ്ടിദോഷം ഒഴിക്കും. കൂടാതെ ഒരു ചെറിയ മഞ്ഞൾ കഷ്ണം, ഒരു ചെറിയ തുളസിയില ഒരുമിച്ചൊരു ഭദ്രപൊതിയിൽ ഈ ഒരാഴ്ച ബാഗിലോ പോക്കറ്റിലോ കൂടെ വെക്കൂ. ദൃഷ്ടിദോഷം ഒഴിഞ്ഞു നിൽക്കട്ടെ. കണ്ണേർ ഒഴിഞ്ഞു നിൽക്കട്ടെ. ദൈവകൃപയുണ്ടെങ്കിൽ ഒരു ദൃഷ്ടിദോഷത്തിനും നിങ്ങളെ തൊടാനാകില്ല, ഉറപ്പാണ്. എട്ടാമത്തെ നക്ഷത്രം മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാർ ഇതൊന്ന് ശ്രദ്ധിക്കൂ. ഞാനിവിടെ ഒരു കാര്യം നേരിട്ട് പറഞ്ഞോട്ടെ. മകം സൂര്യന്റെ ഒരു ഊർജ്ജ നക്ഷത്രം. ഈ ദിവസങ്ങളിൽ ശത്രുദോഷം, ഒരു ഒളിഞ്ഞ ശത്രു, ഒരു ഇടിവുണ്ടാക്കാൻ ശ്രമിക്കുന്ന സമയമാണ്. ശത്രു ആരാണ് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുകയില്ല. ഒരു ഉറ്റ കൂട്ടുകാരൻ, ഒരു സഹപ്രവർത്തകൻ, ഒരു ബന്ധു. ഇവർ പുറത്തൊന്ന് കാണിക്കും, ഉള്ളിലൊന്നുണ്ടാകും. ആ ഒളിഞ്ഞ ദ്രോഹം ഈ ഒരാഴ്ച ഒന്ന് ശ്രദ്ധിക്കൂ. ഒരു രഹസ്യം പറഞ്ഞ് ഫലമില്ല. ഒരു ഒളിഞ്ഞ ദ്രോഹി ആ രഹസ്യം ഒരു ആയുധമായി നിങ്ങൾക്കെതിരെ ഉപയോഗിക്കും. ഒരു ഉറ്റൊരാളാണ് എന്ന് തോന്നും, ഒരു വിശ്വസ്തനാണ് എന്ന് തോന്നും. പക്ഷെ ഈ ഒരാഴ്ച ആ വിശ്വാസം ഒരു ദ്രോഹമാകും. ഒരു ശ്രദ്ധ വേണം. ആരോഗ്യമേഖലയിൽ ദഹന പ്രശ്നം, ക്ഷീണം, ഉറക്കമില്ലായ്മ ഇതൊക്കെ ഈ ദിവസങ്ങളിൽ ഉണ്ടാകും. ഭക്ഷണം ശ്രദ്ധിക്കൂ. ആരോഗ്യം ശ്രദ്ധിക്കൂ. എണ്ണ ആഹാരം ഒഴിവാക്കൂ. ഭക്ഷണം ലളിതമാക്കൂ. ശരീരം ഈ ഒരാഴ്ച ഒന്ന് ഭദ്രമാക്കൂ. പൂയം നക്ഷത്രക്കാർ ശനി ക്ഷേത്രത്തിൽ ഒന്ന് ദർശനം നടത്തൂ. ഒരു എള്ള് ദീപം, ഒരു ശനി പ്രദക്ഷിണം ഈ ദോഷം ലഘൂകരിക്കും. ആ ഒരു ദർശനം, ആ ഒരു ദീപം ആ ശനി ദോഷം ഒഴിഞ്ഞു പോകും. കൂടാതെ തുളസി ഇലയും മഞ്ഞളും ഒരു ഭദ്രപൊതിയിൽ ബാഗിൽ വെക്കും. ദോഷം ഒഴിഞ്ഞു നിൽക്കട്ടെ. വീട്ടിൽ പൂയമുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇത് ചെയ്യൂ. നാളെ ആകട്ടെ എന്ന് വിചാരിക്കരുത്. ഇന്ന് ചെയ്യൂ. ദോഷങ്ങൾ ഒഴിഞ്ഞു നിൽക്കട്ടെ. കുഞ്ഞുങ്ങൾ നന്നായിരിക്കട്ടെ. ഇത്രയും ഞാൻ ഇന്നിവിടെ പറഞ്ഞ കാര്യങ്ങൾ ഒരു ഭയത്തിൽ നിന്നല്ല, ഒരു സ്നേഹത്തിൽ നിന്നാണ്. ഞാൻ ഈ പറഞ്ഞ 8 നക്ഷത്രക്കാർ അശ്വതി, ഭരണി, കാർത്തിക, മകയിരം, പുണർദ്ധം, പൂയം, ആയില്യം, മകം ഈ 8 നക്ഷത്രക്കാർ ഈ ഒരാഴ്ച ഒന്ന് ശ്രദ്ധിക്കൂ. ഒന്ന് ജാഗ്രതയുണ്ടാകൂ. ഒരൊറ്റ ആഴ്ചക്കാലമാണ്, 7 ദിവസം. ആ 7 ദിവസം ഒന്ന് ശ്രദ്ധിച്ചാൽ ദോഷം ഒഴിഞ്ഞു പോകും. ആ 7 ദിവസം കഴിഞ്ഞ് വിഷു പിറക്കും. ആ വിഷു ഒരു നല്ല കാലഘട്ടത്തിന്റെ ഒരു ആരംഭമാകും. ഈ 2 വസ്തുക്കൾ, തുളസിയിലയും മഞ്ഞളും, ഒരു ഭദ്ര ചെറിയ പൊതിയിൽ എവിടെ പോകുമ്പോഴും കൂടെ കരുതൂ. ബാഗിലാകട്ടെ, പേഴ്സിലാകട്ടെ, പോക്കറ്റിലാകട്ടെ, കൂടെ ഉണ്ടാകൂ. ഒരു ദൈവകൃപ, ഒരു ഭഗവത് കൃപ,
ഒരു ദേവീ കൃപ, ഇതൊക്കെയുണ്ടെങ്കിൽ ഏതൊരു ദോഷവും ഒഴിഞ്ഞു പോകും. ഏതൊരു ഗ്രഹദോഷവും ഒഴിഞ്ഞു പോകും. ഏതൊരു ദൃഷ്ടിദോഷവും ഒഴിഞ്ഞു പോകും. ഏതൊരു ശത്രുദോഷവും ഒഴിഞ്ഞു പോകും. ഈ ഒരു വിശ്വാസമുണ്ടെങ്കിൽ മതി. ഈ ഒരു ഭക്തി ഉണ്ടെങ്കിൽ മതി. ഭഗവാൻ കാക്കും, ഭഗവതി കാക്കും, ഉറപ്പാണ്. തുളസി, ഇത് ശ്രീ മഹാവിഷ്ണുവിന്റെ കൃപ. ഇതൊരു ദൈവ കവചം. ഏതൊരു ദോഷവും ഈ ദൈവ കവചം ഒഴിക്കും. മഞ്ഞൾ, ഇത് ലക്ഷ്മി ദേവിയുടെ കൃപ. ഇതൊരു ദേവീ കവചം. ഏതൊരു ദൃഷ്ടിദോഷവും ഈ ദേവീ കവചം ഒഴിക്കും. ഈ രണ്ടും ഒരുമിച്ച് കൂടെയുണ്ടെങ്കിൽ ഒരു ദോഷവും ഏൽക്കുകയില്ല. ഒരു ദൈവകൃപ നിങ്ങളെ കാക്കും, ഉറപ്പാണ്. ഒരു ഗ്രഹദോഷമുണ്ടെങ്കിൽ ആ ഗ്രഹദോഷം ഒഴിക്കാൻ ഒരു ദൈവകൃപയുണ്ടെങ്കിൽ മതി. ആ ദൈവകൃപ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കുണ്ടാകൂ. ആ ദൈവകൃപ ഈ ദിവസങ്ങളിൽ നിങ്ങളെ കാക്കൂ. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ, ഭഗവതി അനുഗ്രഹിക്കട്ടെ. ഈ ദോഷ ദിവസങ്ങൾ കടന്നു പോകട്ടെ. ഈ വിഷു നിങ്ങൾ ഓരോരുത്തർക്കും ഒരു ഭാഗ്യകാലത്തിന്റെ ആരംഭമാകട്ടെ. ഓം നമോ നാരായണായ. ഓം ശ്രീ മഹാ